നമ്മൾ പല പല ഡോക്ടർമാരെ പല പല പ്രാവശ്യമായിട്ട് കാണുന്നത് രാജഗിരി ഹോസ്പിറ്റലാണ്. അപ്പോൾ ഇത്രയും നാളുകളായിട്ടുള്ള ബന്ധമുണ്ട്. അപ്പോൾ ഓരോ പരിപാടിക്ക് വിളിച്ചപ്പോഴും എനിക്ക് ഇതുവരെയായിട്ട് വരാൻ പറ്റിയിട്ടില്ല. അപ്പം ആദ്യമായിട്ട് വരാൻ പറ്റിയ പരിപാടി ഒരു ഹാർട്ട് ഫംഗ്ഷൻ ആയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു നമുക്ക് എന്താ പറയുക, നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നതും എന്നാൽ നമ്മൾ അത്ര തന്നെ അശ്രദ്ധ കൊടുക്കുന്നതുമായിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ ഹെൽത്ത് എന്ന് പറയുന്നത്. നമുക്ക് എന്തെങ്കിലും അസുഖം വരുമ്പോൾ മാത്രം നമ്മൾ ഭയങ്കര കെയർഫുൾ ചെയ്യുന്ന ആൾക്കാരാണ് നമ്മൾ ജനറൽ ആൾക്കാരെന്ന് പറയുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ അതിനുശേഷം ഫോളോ അപ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ, ഞാൻ തന്നെ പറയുകയാണെങ്കിൽ ഒരു 5 ദിവസം ആൻറ്റിബയോട്ടിക് കഴിക്കാൻ പറഞ്ഞാൽ 2 ദിവസം ആൻറ്റിബയോട്ടിക് കഴിച്ച് നിർത്തുന്ന ഒരാളാണ് ഞാൻ. കാരണം എനിക്ക് മടി എന്നാലും ഞാൻ മറന്നുപോകും മരുന്ന് കഴിക്കാൻ. 2 ദിവസം കൊണ്ട് നമ്മൾ ഓക്കെ ആയല്ലോ, ഒരാഴ്ച കഴിയുമ്പം പിന്നെ ഇതേ അസുഖം പിന്നെ ചെറുതായിട്ടൊക്കെ നിൽക്കുന്ന സമയത്ത് നമ്മൾ പിന്നെ അല്ലെങ്കിൽ അന്ന് കഴിച്ചാൽ മതിയായിരുന്നു, നമ്മളത് കഴിച്ചിട്ടില്ല എന്നുള്ളത്. ഇപ്പോഴും പറയുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു 2-3 ആഴ്ചയായിട്ട് എനിക്ക് വയ്യാതിരിക്കുകയായിരുന്നു. ഇപ്പോഴും തന്നിട്ടുള്ള കഴിഞ്ഞ ആഴ്ച പോയി വാങ്ങിയ മരുന്ന് ഞാൻ ഇതുവരെ കഴിച്ചു തുടങ്ങിയിട്ടില്ല. കാരണം മറന്നു പോവുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും ലീസ്റ്റായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യവും നമ്മുടെ ഹെൽത്താണ്. നമ്മൾ ഏറ്റവും കെയർഫുൾ ആവുന്നത് നമ്മുടെ ഹെൽത്തിനെ പറ്റിയിട്ടാണ്. എനിക്ക് ഹാർട്ട് എന്ന് പറയുമ്പോൾ എനിക്ക് എപ്പോഴും അല്ലെങ്കിൽ ഒരു അറ്റാക്ക് എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരാം, എൻ്റെ അച്ഛന് ന്യൂറോ ഇഷ്യൂസ് ഉണ്ടായിരുന്നു, പല പല അസുഖങ്ങളുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ അച്ഛൻ കോവിഡിൻ്റെ സമയത്താണ് മരിക്കുന്നത്. അപ്പം എൻ്റെ അച്ഛൻ മരിക്കുന്ന സമയത്ത് അച്ഛന് അറ്റാക്ക് വന്നിട്ടാണ് അച്ഛൻ മരിക്കുന്നത്. അപ്പം എൻ്റെ ചിന്തയിൽ ഒരിക്കലും ഉണ്ടായിരുന്നില്ല അച്ഛന് ഒരു അറ്റാക്ക് വന്നിട്ട് അച്ഛൻ മരിക്കാൻ. പല പല അസുഖങ്ങളുള്ള ഒരു ആള്, ഹാർട്ട് മാത്രമേ അച്ഛന് നോർമലായിട്ട് ഉണ്ടായിരുന്നുള്ളൂ എന്ന് വിശ്വസിച്ചിരുന്ന ഒരാളാണ് ഞാൻ. അപ്പം അങ്ങനെ അച്ഛൻ മരിക്കുന്ന സമയത്ത് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു എന്ന് പറയുന്നത് എനിക്ക് അത്രയും കൺവിൻസിങ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നില്ല. അപ്പൊ കുറെ നാൾ കഴിഞ്ഞ് ഇങ്ങനെ ഞാൻ പല